ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. മായന്നൂർ പാലത്തിന് സമീപം പുഴ കയ്യേറ്റ ആരോപണത്തിൽ പൊതുജനങ്ങളുടെ ആശങ്ക അധികൃതർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. പുഴ കയ്യേറുന്നു എന്ന പൊതുജന ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറങ്ങി നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭാരതപ്പുഴ സംരക്ഷണം പാർട്ടിയുടെ നയങ്ങളിൽ പ്രധാനമാണെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. മായന്നൂർ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തി പുഴ കയ്യേറുകയാണ് എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും BJPയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചേലക്കര മണ്ഡലം സെക്രട്ടറി വിജിത്ത് വാര്യർ വിഷയത്തിൽ പ്രതികരിക്കുന്നു. കൊണ്ടാഴി പഞ്ചായത്തിൽ മായന്നൂർ വില്ലേജിൽ പെടുന്ന നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത്, അതായത് ഭാരതപ്പുഴയുടെ മായന്നൂർ പാലത്തിനോട് ചേർന്ന് പരിസരത്ത് ഭാരതപ്പുഴ കയ്യേറുന്നതായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം അന്വേഷിക്കുകയും അത് വില്ലേജിലും പഞ്ചായത്തിലും അത്തരത്തിലൊരു കയ്യേറ്റം നടക്കുന്നുണ്ടെങ്കിൽ ആ കയ്യേറ്റത്തിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ പഞ്ചായത്തോ റവന്യൂ വകുപ്പും ഇതിലിടപെടുകയും അതിന്റെ നിജസ്ഥിതി ഇവിടുത്തെ ഈ കൊണ്ടാഴിയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അതും അവരെ കൊണ്ട് സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അതിനെതിരെ അടുത്ത നടപടി എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഭാരതപ്പുഴ സംരക്ഷിക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ കാര്യം തന്നെയാണ്. അതിലേക്ക് നമ്മൾ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. പുഴയിൽ ചാലുകേറിയതാണ് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള വികാരം കണക്കിലെടുത്ത് ആവശ്യമായ നടപടികൾ ഉടൻ കൈക്കൊള്ളണം. പുഴയിൽ ചാലുകേറിയത് ഉൾപ്പെടെയുള്ളവ മൂടി പുഴ പഴയ രൂപത്തിലാക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. BJP കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K. സന്തോഷ് സംസാരിക്കുന്നു. നമ്മുടെ കൊണ്ടാഴി പഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ അടുത്ത് മാനൂർ പാലത്തിന്റെ അടുത്തുള്ള നമ്മുടെ ഈ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി എന്നുള്ള ജനങ്ങളുടെയും പ്രദേശവാസികളിലും ഒരുപാട് പേരായി ഇത് വിളിച്ചു പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വന്ന് കണ്ട സമയത്ത് ഇവിടുത്തെ കാഴ്ച കുറെ പോസ്റ്റുകൾ പുഴ കൂടെ കുഴിച്ചിട്ടിരിക്കുന്നു. ആ പോസ്റ്റിന്റെ കാര്യം അന്വേഷിച്ച് ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് പിന്നെ വില്ലേജിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് താലൂക്കിൽ നിന്നാണ് വന്നിട്ട് താലൂക്കിന്റെ ആൾക്കാർ ഇത് സ്ഥാനം നിർണ്ണയിച്ച് കൊടുത്ത് അവർ ചെയ്താണെന്ന് പറഞ്ഞു. ഓക്കെ, അത് ശരി, സമ്മതിച്ചു. പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ ചാല് കീറി ഒരു 5 മീറ്റർ വീതിയിൽ ഒരു റോഡ് മാതിരി ചാല് പോലെ കീറി കൊണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി തന്നിട്ടില്ല. അതുകൊണ്ട് കൊണ്ടാഴി പഞ്ചായത്തിലും അതുപോലെ നമ്മുടെ മാനൂർ വില്ലേജിലും രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞ് ഞങ്ങളെ അറിയിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വ്യക്തമായ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ കാര്യം കൃത്യമായി നമുക്ക് അതിന് മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ സ്ഥലത്തേക്കും അതുപോലെ തന്നെ കൊണ്ടാഴി പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും BJP പ്രതിഷേധമായി മുന്നോട്ട് വരുമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഈ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കി തരണമെന്നാണ് BJP കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിക്ക് പറയാനുള്ളത്. വൈസ് പ്രസിഡന്റ് UP പ്രഭാത് സന്നിഹിതനായിരുന്നു. CCV ന്യൂസ് കൊണ്ടാഴി.